ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കോർമയാണ്. അതിനു വേണ്ടിയിട്ട് 400 ഗ്രാം മട്ടനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഫാറ്റോട് കൂടിയ മട്ടനാണ് നല്ലത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2-3 കഷ്ണം പട്ട, 2 സ്റ്റാർ അനീസ്, ഒരു പകുതി ജാതിപത്രി, 3-4 ഗ്രാമ്പു, 2 ഏലക്കായ, 6-7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. നിങ്ങൾ ഗരം മസാല പൗഡറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ചതച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു 10-15 കാഷ്യൂ, 1 ടീസ്പൂൺ പോപ്പി സീഡ് ഇത്രയൊന്ന് കുതിർത്തി വെക്കാം. ഇത് നന്നായിട്ട് കുതിർന്നതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനുള്ളതാണ്. കാഷ്യൂനട്ടും പോപ്പി സീഡും കൂടെ അരയ്ക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റി മിക്സിയിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. ഗരം മസാലയുടെ കൂട്ട് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് മട്ടൻ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗരം മസാലയിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ചേർക്കുകയാണ്. ബാക്കി നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ ചേർക്കാനുള്ളതാണ്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ കുക്കറിൽ ഒരു 2 വിസിൽ കേൾപ്പിച്ചിട്ടേ ഉള്ളൂ. അതായത് ഒരു 25% മാത്രമേ വേവിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് ഒരു പാനിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവോള, ഒരു ചെറിയ പൊട്ടാറ്റോ, 5-6 പച്ചമുളക്. പിന്നെ ഇതിൻ്റെ എരിവെന്ന് പറയുന്നത് പച്ചമുളകിൻ്റെ എരിയാണ് നന്നായിട്ട് വരേണ്ടത്. അതുകൊണ്ട് ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. അവരവരുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗരം മസാല അത് 1 ടേബിൾ സ്പൂണും കൂടെ ചേർക്കുകയാണ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഞാൻ സവോളയാണ് ചേർക്കുന്നത്. അതിന് ശേഷമേ ഗരം മസാല ചേർക്കുന്നുള്ളൂ. നമ്മൾ ഡയറക്റ്റായിട്ട് എണ്ണയിലോട്ട് ചേർക്കുമ്പോൾ അത് ചിലപ്പോൾ അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ കറിയിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു തിക്നെസ് കിട്ടും ഗ്രേവിക്ക്. അതേപോലെ നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് ചേർക്കാം. നമ്മൾ നേരത്തെ മട്ടൻ വേവിച്ചപ്പോൾ ഒരു 25% വേവിച്ചിട്ടുള്ളായിരുന്നു. ഇനി ഇതും കൂടെ ചേർത്തിട്ട് മൊത്തത്തിലൊരു 75% മാത്രമേ നമ്മൾ കുക്കറിൽ ഇത് വേവിച്ചെടുക്കത്തുള്ളൂ. ബാക്കി നമ്മൾ വേവിക്കുന്നത് ഈ കടായിലോട്ട് മാറ്റിയതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ആ സമയത്താണ് ഇനി നമുക്ക് ബാക്കി ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത്. മട്ടൻ ഡിഷസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഗരം മസാലയുടെ ടേസ്റ്റ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ ഈ മസാല എടുത്ത പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഞാനൊരു 4 വിസിൽ കേൾക്കുന്നവരെ വേവിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 വിസിൽ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലുമാണ് വേവിച്ചത്. ഇപ്പോൾ നമ്മുടെ മട്ടൻ ഒരു 3/4 വേവായിട്ടുണ്ട്. ബാക്കി ഇനി നമുക്ക് കടായിലോട്ട് മാറ്റിയിട്ട് വേവിച്ചെടുക്കാം. മട്ടൻ ഐറ്റംസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും സ്ലോ കുക്കിംഗ് ആയിരിക്കും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. മട്ടൻ വേവിച്ച കുക്കറിലോട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് അതുകൂടി ഈ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മട്ടൻ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്.
നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ കുക്ക് ചെയ്തത്. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ പോപ്പി സീഡിൻ്റെ ആ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്തതിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് കൂടെ ഒന്ന് സിമ്മിൽ വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. തേങ്ങാപ്പാലിന് പകരമായിട്ട് തേങ്ങയും കാഷ്യൂനട്ടും പോപ്പി സീഡും കൂടെ അരച്ച് ചേർത്താൽ നന്നായിരിക്കും. മട്ടൻ കുർമ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.